പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വചനത്തിൽ കയറുന്നേ. നമ്മൾ ദൈവസന്നിധിയിൽ പ്രതികരിക്കുന്നവരാകണം. ദൈവസന്നിധിയിൽ പ്രതികരിക്കുന്നവരാകണം. എങ്ങനെ പ്രതികരിക്കണം? ഒരു സ്തോത്രം പറയേണ്ടടുത്ത് സ്തോത്രം പറയുന്നവരായിരിക്കണം. ഒരു ഹല്ലേലൂയ പറയേണ്ടടുത്ത് ഹല്ലേലൂയ പറയുന്നതാണ്. നിങ്ങളുടെ അടുത്തിരിക്കുന്നയാൾ എന്ത് കേൾക്കും എന്ത് ചിന്തിക്കും എന്ന് പറയുന്ന സ്ഥലമല്ല ആരാധനാലയം. മഹത്വം ഇറങ്ങുമ്പോൾ അതിനെ സ്വീകരിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. 120 പേര് കൂടിയിരുന്നിടത്ത് മഹത്വം ഇറങ്ങി. 12 പേര് അതിനെ അങ്ങ് ഉൾക്കൊണ്ടവർ പല ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ലോകം നോക്കി നിൽക്കുമ്പം പറയുന്നു, ഇവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു. ആമേൻ. നമ്മൾ നമ്മളിലേക്ക് നോക്കിയിരുന്നാൽ നാളുകളോളം അങ്ങനെ ഇരിക്കും. ഏറ്റെടുത്ത് വിശ്വസിക്കുന്നവൻ അവനൊരു കൊടുങ്കാറ്റ് പോലെ ദൈവനെ മാറ്റും. ഹല്ലേലൂയ. ഒരുത്തൻ ദൈവസന്നിധിയിൽ അവൻ്റെ മുഴുമഹത്വം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് ഓടി വന്നാൽ അവന് വേണ്ടി സ്വർഗം ഇറങ്ങി വരും. അവന് വേണ്ടി ഇന്ന് പകലിൽ പറയണം, അവന് വേണ്ടി അവൻ്റെ കുടുംബത്തിന് വേണ്ടി സ്വർഗം അങ്ങ് ഇറങ്ങും. ആർക്കും നിഷേധിക്കാൻ മേലാത്ത പോലെ ദൈവം അങ്ങ് ഉയർത്തും. ആർക്കും തടയാൻ മേലാത്ത പോലെ ദൈവശക്തി വെളിപ്പെടും. കാരണം ദൈവത്തിൻ്റെ പ്രത്യേകതയാ. ഹല്ലേലൂയ. ഒരുവൻ ദൈവസന്നിധി നിൽക്കുമ്പോൾ ദൈവസന്നിധിയിൽ ദൈവത്തിന് അവനോടൊരു മനസ്സലിവ് തോന്നിയാൽ, അബ്രഹാമിനോട് ദൈവത്തിനൊരു മനസ്സലിവ് തോന്നിയിട്ട് അബ്രഹാമിൻ്റെ തലമുറയൊക്കെ ദൈവം അങ്ങ് അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു. എന്നിട്ട് ബൈബിൾ വന്നിട്ട് പറഞ്ഞു, ഈ അബ്രഹാമിൻ്റെ അനുഗ്രഹം നമുക്കും ഉണ്ടെന്ന്. 1, 2 അല്ലെങ്കിൽ വരുന്ന സൺഡേ കൂടെ കഴിഞ്ഞ് അതിനടുത്ത സൺഡേയിലെടുക്കും അബ്രഹാം ആരാന്ന്, അബ്രഹാമിൻ്റെ സീഡ്, അബ്രഹാമിൻ്റെ വിത്ത് എന്താണെന്ന് അടുത്ത ആഴ്ച എടുക്കും. ഈ പകല് നിങ്ങളുടെ അകത്തറിയണം, ബൈബിളിൻ്റെ പ്രകാരത്തിൽ നിന്നാൽ മുഴുവൻ മനുഷ്യരും സാധാരണക്കാരാ. PhD എടുത്തവരും വലിയ ഉന്നത കുലജാതന്മാരും ഒന്നുമല്ല. ഏറ്റവും വലിയൊരു പ്രവാചകൻ എലീശ. പുള്ളിക്ക് ആകപ്പാടെ അറിയാവുന്ന കണ്ടത്തിൽ കാളയുടെ കൂടെ ഒന്ന് പൂട്ടാൻ അറിയാവുന്ന അപ്പോസ്തലൻ എന്ന ഏറ്റവും കൂടുതൽ മുദ്ര അടിക്കപ്പെട്ട വ്യക്തിയാ പത്രോസ്. സാധാരണ മനുഷ്യൻ, സാധാരണ മുക്കുവൻ, സാധാരണക്കാരനെ അസാധാരണയിലേക്ക് കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട്. സാധാരണയിൽ നിന്ന് അസാധാരണയിലേക്ക് എത്തിക്കുന്ന ഒരു മഹത്വമുണ്ട്. ആ മഹത്വത്തിനകത്തുനിന്ന് പറയാൻ കരുതാമെന്ന് ഒരുവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കരുതുക തന്നെ ചെയ്യും. സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും. നിന്നെ അനാഥനായി ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞാൽ അവൻ വിട്ടുന്ന ഒരു ദൈവമല്ല. എത്ര വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. ഫാദർ, ഐ താങ്ക് യു ലോർഡ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ കൃപാസനത്തിൻ്റെ മുന്നാകെ ഞങ്ങൾ കടന്നു വരുന്നപ്പാ, അങ്ങയുടെ ജീവനുള്ള വചനത്തെ ഞങ്ങൾ കേൾക്കുമ്പോൾ ഹല്ലേലൂയ, ഞങ്ങൾക്ക് ഉയർത്തുവാൻ ഞങ്ങൾ പറയുവാനുള്ള ഒരുവന്റെ നാമം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ലോകം മുഴുവനും ഇന്ന് ഹോസാന കൊണ്ടാടുമ്പോൾ വരുന്ന ഒരാഴ്ചക്കാലം ആഴ്ചയുടെ കാലഘട്ടം, ഹല്ലേലൂയ, ഒരുക്കത്തിന്റെ കാലഘട്ടം, ലോകം അതിലേക്ക് മാറുമ്പോൾ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ കർത്താവിന്റെ വലിയൊരു കൃപയും കരുണയും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, അടിയനെ പൂർണ്ണമായി ദൈവസന്നിധിയെ താഴ്ത്തി ഏൽപ്പിക്കട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് അടിയന്റെ നാവിനോടുകൂടെ ശക്തിയോടുകൂടി ഇടപെടണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ജനത്തിന് ഒരു അനുഗ്രഹമായി മാറുവാൻ സ്വർഗത്തിലെ ദൈവ കൃപ ചെയ്യണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരുവനോട് കരുണ ചെയ്താൽ ഹല്ലേലൂയ, അവന്റെ അവസ്ഥകളെ ദൈവം തമ്പുരാൻ മാറ്റിക്കളയും. ദൈവത്തിന് ഒരുത്തനോട് പ്രസാദം തോന്നിയാൽ അവരുടെ കുടുംബം ഏറ്റവും വലിയ അനുഗ്രഹമായി മാറും. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സകല നാമത്തിലും മേലായി ഒരു നാമമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമത്തെ ഒരിക്കൽ കൂടെ ഞങ്ങൾ ഉയർത്തട്ടെ. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ആരാധിച്ചത്, ഞങ്ങൾ മഹത്വപ്പെടുന്നത് അങ്ങേ മാത്രമാകെ ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവ് അടിയന്റെ നാവിനോട് കൂടെ ഇരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ജനത്തിന് ഒരു അനുഗ്രഹമായി മാറുവാൻ
കർത്താവേ, അത്ഭുതം സംഭവിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സങ്കീർത്തനം 51 അധ്യായം, സങ്കീർത്തനം 51 അധ്യായം 1, 2, 3, 4, 5 വാക്യങ്ങൾ. എല്ലാവരും ബൈബിൾ തുറക്കണം. എല്ലാവരും ബൈബിൾ തുറന്നിട്ട് എല്ലാവരും ഒരുമിച്ച് വായിക്കണം. ഒരുമിച്ച് വായിക്കണം. ആ ലീഡ് ചെയ്യുന്ന ആൾ ഒരുമിച്ച് ശബ്ദമുയർത്തി വായിക്കുക. എല്ലാവരും വായിക്കണം. സങ്കീർത്തനം 51 അധ്യായം 1 വാക്യം വായിക്കാം. നിന്റെ 2 വാക്യം. മൂന്നാമത്തെ വാക്യം. 4 വാക്യം. 5 വാക്യം. 5 വാക്യങ്ങളിനകത്ത് പറയുമ്പോൾ ഞാനീ പറയുന്നു, ഈ ആഴ്ചയുടെ സമയം ലോകം മുഴുവൻ ആമേൻ അവനവൻ്റെ പാപങ്ങളെ ആണ്ടുകുമ്പസാരങ്ങൾ നടക്കുന്നു. ആമേൻ ഒരു പശ്ചാത്താപത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നിലവിളിയുടെ ഒരു കണ്ണുനീരിൻ്റെയൊക്കെ സമയങ്ങളിൽ നമ്മൾ നിൽക്കുമ്പോൾ ആമേൻ ഇവിടെ പറയുന്ന വാക്കിനകത്ത് സങ്കീർത്തനക്കാരൻ 51 അധ്യായത്തിന് 1 വാക്യം പറയുക, ദൈവമേ നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു. ഇതൊരു പ്രാർത്ഥനയാണ്. മായ്ച്ചു കളയണമേ. എന്നിട്ട് 2 വാക്യം പറഞ്ഞു, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. നമ്മളെ തന്നെ നമുക്കൊന്ന് തിരിച്ചറിയണം. നമ്മളെ തന്നെ ഈ പ്രാരംഭത്തിൽ പറയും, ഞാനിപ്പോൾ വചനം കടന്നു പോകുമ്പോൾ അത് വേറൊരു മണ്ഡലത്തിലേക്ക് കടന്നു പോകും. നമ്മളെ തന്നെ അറിയണം. നമ്മളെ ദൈവം വിളിച്ചു, വേർതിരിച്ചു. അവൻ്റെ കരുണയാണ്. നമ്മളെ വിളിച്ചത് അവൻ്റെ കരുണയാണ്. നമ്മളെ നടത്തിയത് കരുണയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ അത് കരുണയാണ്. അവൻ്റെ കരുണ എത്ര വലുതായിരുന്നിട്ടും ആ കരുണ അനുഭവിപ്പാൻ ഞാൻ യോഗ്യതയുണ്ടോ? ഇവിടെ പറയുന്നു, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്കനിഷ്ടമുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായിരിക്കേണ്ടതിന്. ഞാൻ സംസാരിക്കുമ്പോൾ ഏറ്റവും വലിയ പാപമെന്ന് പറയുന്നത് നാവ് കൊണ്ട് ചെയ്യുന്നതാണ്. ഒഴിവൊഴിവുകൾ പറയുന്നത് നാവ് കൊണ്ടാണ്. ഇന്ന് ഈ ദിവസത്തിനകത്ത് നമുക്കൊരു മനസാന്തരം ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ ജീവനുള്ളിടത്തോളം കാലം ഞാൻ ആരാധനയ്ക്കകത്ത് കാണും. ഇത് ഇന്നത്തെ കാര്യമല്ല. കൊരിന്ത്യർ ലേഖനക്കാരനകത്തും പറയുക, ചിലർ ഉപേക്ഷയായി സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കുക. അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ഇതിൽ നിന്നെല്ലാം എന്ത് ചെയ്യണം? ഒരു മാറ്റമുണ്ടാകണം. എങ്കിലേ നീ വാലല്ല തലയായി മാറത്തുള്ളൂ. ആര് നിങ്ങളുടെ തലകളിൽ കൈവച്ച് പെടലി പിടിച്ച് വെട്ടിച്ചാലും ഒരു ബ്ലെസ്സിങ്ങും ഉണ്ടാകത്തില്ല. വിശ്വസ്തതയ്ക്കകത്ത് ദൈവസന്നിധിയിൽ നിർത്തിയാൽ, ഇവിടെ പറയുമ്പോൾ വിധിക്കുമ്പോൾ നീതിമാനായി നിർമ്മലനായിരിക്കണേ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചിരിക്കുന്നു. 17 വാക്യം, 51 അധ്യായത്തിൻ്റെ 17 വാക്യം. ഇവിടെ നോക്കിക്കോണം. ഈ 5 വാക്യങ്ങൾ നിങ്ങളുടെ അകത്തിന്, ഞാൻ സമയത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് ഞാൻ അത്ര വിശദീകരണത്തിന് പോകാത്തേ. ഈ 5 വാക്യങ്ങൾക്കകത്ത് എൻ്റെ ഹൃദയത്തിനകത്തൊരു മാനസാന്തരമുണ്ടായാൽ 17 വാക്യം പറയുക, ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്. ഇന്ന് എൻ്റെ അകത്തൊരു തോന്നലുണ്ടെങ്കിൽ, കർത്താവേ, നിന്നെ ആരാധിക്കുന്നതിൽ, നിന്നെ വിശ്വസിക്കുന്നതിൽ, നിൻ്റെ അരികിൽ വരുന്നതിൽ എൻ്റെ അകത്തൊരു കുറ്റബോധം തോന്നിയാൽ, ഇവിടെ പറയുന്ന വാക്കിത് തന്നെ, ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്ന് മനസ്സും തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയമേ ദൈവം നിരസിക്കത്തില്ല. ഹല്ലേലൂയ. ഒരടിയോരയിട്ട് വെക്കണം. ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന കാര്യത്തിൽ ഞാൻ വിശ്വസ്തനാണെങ്കിൽ എൻ്റെ കാര്യത്തെ
ദൈവം നിരസിക്കത്തില്ല. ഹല്ലേലൂയ. അവൻ തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ട്. ഓ, തള്ളിക്കളയാത്ത ഒരു ദൈവം. എത്ര പേര് പറയുന്നുണ്ട് ഹല്ലേലൂയ? ഒരു തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ട്. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ എൻ്റെ വിശ്വസ്തതയെ ഞാൻ ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. ആ വിശ്വസ്തത എൻ്റെ പ്രാർത്ഥനയിൽ, എൻ്റെ ആരാധനയിൽ, എൻ്റെ നടപ്പിലൊക്കെ ഞാൻ ദൈവത്തെ വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. അതെൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ നമ്മുടെ ഒരു സാധാരണ മനുഷ്യരാണ്, സാധാരണയാണ്. നമുക്ക് പെട്ടെന്ന് കോപം ഉണ്ടാകാം, പെട്ടെന്ന് സങ്കടങ്ങളുണ്ടാകും, ഒക്കെ ഉണ്ടാകും. പക്ഷെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് കിടക്കയുടെ മുൻപിൽ മുഴങ്കാല് മടത്തിയിട്ട് കർത്താവിനോടൊന്ന് പറ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയി, എന്നോടൊന്ന് ക്ഷമിക്കണം. ഹല്ലേലൂയ. അവൻ കരുണയുള്ള ദൈവമാണ്. 34-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാമത്തെ വാക്യം. 34-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 18-ാമത്തെ വാക്യം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുക. എന്തിനകത്താണ് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഹൃദയം നുറുങ്ങിയവർ. എന്തിനെക്കുറിച്ച്? എന്നിനകത്തൊരു ഭാരം. ഞാൻ ഇത്രയും നിങ്ങളെ ഒന്ന് പഠിപ്പിച്ചിട്ട് കയറിപ്പോവും. എൻ്റെ അകത്ത് ഭയങ്കരമായി ഒരു ആരാധന ഞാൻ മുടക്കി, തിരുവത്താഴ മേശയോട് ഞാൻ മുടക്കി, അല്ലെങ്കിൽ എന്തുമായിക്കൊള്ളട്ടെ, ഞാനിത് മുടക്കും. എൻ്റെ അകത്തൊരു, ഞാൻ ആരോടാ? ഞാൻ ഈ മറുതലിപ്പ് കാണിച്ച ആരോടാ? എനിക്ക് വേണ്ടി രക്തം കൊടുത്ത് കാൽവറി ക്രൂശിൽ മരിച്ച ദൈവത്തോട്, എൻ്റെ അകൃത്യങ്ങളെ മോചിപ്പിച്ച് സ്വർഗത്തിൽ എൻ്റെ പേരെഴുതിയവനോട് ഞാൻ വിശ്വസ്തനല്ലാതെ വന്നപ്പോൾ ഇവിടെ പറയും 34-ാമത്തെ വാക്യത്തിന് 18-ാമത്തെ വാക്യം പറ, ഹൃദയം നുറുങ്ങിയവർക്ക്. എന്തിൽ ഹൃദയം നുറുങ്ങി? എൻ്റെ അകത്തെ ഭാരം, എൻ്റെ അകത്തൊരു കണ്ണുനീര് വന്നു. എൻ്റെ കർത്താവേ, എനിക്കൊരു മനുഷ്യനോട് നുണ പറയാം, പക്ഷെ ദൈവത്തോട് നുണ പറയാൻ പറ്റത്തില്ല. കാരണം അവൻ എന്നെ മുഴുവനായി അറിയുന്നവനാ. ഞാൻ എന്നെ കാണിക്കാൻ പോകുന്ന പോലും അറിയുന്ന ഒരു കർത്താവാണ്. അവൻ്റെ മുൻപിൽ ഒന്നും മറഞ്ഞിരിപ്പില്ല. ഇവിടെ പറയുക, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. അകത്തൊരു മനസാന്തരം. ഞാനത് പറഞ്ഞേ, ആഴ്ചയ്ക്ക് മുമ്പ് പ്രവേശിക്കുന്നതിന് മുമ്പ് സമുദായക്കാർ ഇത് കേട്ടാലും ഒരു മനസാന്തരം ഉണ്ടാകണം. ഹല്ലേലൂയ. എല്ലാവരും ഓർത്താ ഞാൻ ഈ മെസ്സേജ് എടുക്കുന്നത്. സകലരും, പള്ളിയിൽ പോകുന്നവരും അല്ലാത്തവരും എല്ലാവരും ഓർത്താ ഞാൻ ഈ മെസ്സേജ് എടുക്കുന്നതിൻ്റെ കാരണം. ഹല്ലേലൂയ. അല്ലാതെ ഈസ്റ്റർ വരെ എങ്ങനെങ്കിലും പിടിച്ചു നിന്ന് കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഈസ്റ്റർ കഴിയുമ്പം ഒരു മാസത്തെ മുഴുവൻ കള്ള് ഒരുമിച്ച് കുടിച്ച് വഴി കിടക്കുന്നതല്ല. ഹല്ലേലൂയ. ആഴ്ച ഒരു മനസാന്തരം ജീവിതത്തിനകത്ത് വരുന്നതാണ്. ഒരു ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥനാ. ഈ ആഴ്ച കഴിയുമ്പോൾ പറയണം, എൻ്റെ കർത്താവ് എനിക്ക് തുണയായി നിൽപ്പുണ്ടെന്ന് പറയത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപ വരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചു. അല്ല, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 12 തൊട്ട് വായിച്ചാൽ മതി. സമയം പോകുന്നു. 12 തൊട്ട്. ഒരാൾ മൈക്കിൽ കൂടെ വായിക്കണം, അല്ലെങ്കിൽ ക്ലിയർ ആകത്തില്ല. മൈക്കിൽ കൂടെ വായിക്കാം. അവരിൽ ഇളയവൻ അപ്പനോട്, വസ്തുവിൽ എനിക്ക് വരേണ്ട പങ്ക് തരണമേ എന്ന് അവൻ പറഞ്ഞു. മുതൽ പകത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ സകലവും സ്വരൂപിച്ച് അവർ ദുർനടപ്പുകാരനായി ജീവിച്ചു. വസ്തു നാനാവിധമാക്കി കളഞ്ഞു. വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. ആരും അവന് കൊടുത്തില്ല. 17. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ
ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഇവിടെ നോക്കിക്കോളം, അപ്പൻ്റെ ഭവനത്തിൽ സമൃദ്ധിയിൽ ജീവിച്ചിരുന്നവൻ അവൻ അപ്പനെ വിട്ട് ദൂരദേശത്തേക്ക് പോയി. ആ ദേശത്തിനകത്ത് ഒരു ക്ഷാമകാലം വന്നു. അവനുണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ നശിച്ചു പോയപ്പോൾ അവൻ്റെ അപ്പൻ്റെ ഭവനത്തെ ഓർക്കുവാനിടയായി. ഇവിടെ പറയുന്ന ഭക്ഷണം കഴിച്ച് ശേഷിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിക്കുന്നു. 18-ാമത്തെ വാക്യം പറയും, ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് ഇത് അകത്തു മനസ്സിലാക്കണം. എന്താണ് ഇതിന് ഗൗരവപരമായ ഒരു മെസ്സേജ് എന്നെ കൊണ്ടുവരുന്നത്? ലോകത്തിൻ്റെ ഇഷ്ടപ്രകാരം, ലോകത്തിൻ്റെ കാലഗതി അനുസരിച്ച് പോയ ഒരുവൻ, അവൻ്റെ അകത്തൊരു മാനസാന്തരമുണ്ടായി. മാനസാന്തരമുണ്ടായിട്ട് അവൻ പറയുന്നൊരു വാക്കാ, ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ പോകും. ഞാൻ ഇങ്ങനെ പറയും. എന്നാ പറയുന്നേ? അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറഞ്ഞു. 20-ാമത്തെ വാക്യം, അങ്ങനെ അവൻ എഴുന്നേറ്റു അപ്പൻ്റെ അടുക്കൽ പോയി. ഇവിടെ നിങ്ങൾ അറിയണം, അപ്പൻ്റെ അരികിൽ പോയി. ദൂരത്ത് തന്നെ അപ്പൻ അവനെ കണ്ടു, മനസ്സലിഞ്ഞു, അവനെ ചുംബിച്ചു. എപ്പോൾ? മാനസാന്തരത്തോടുകൂടി മടങ്ങി വന്നപ്പോൾ. ഇവിടെ വാക്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ വായിക്കണം, സങ്കീർത്തനം 34-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. ഒരിക്കൽ കൂടെ വായിച്ചേ, 34:18. 34-ാം അധ്യായം. ഹൃദയം നുറുങ്ങിയ. അപ്പോ ഈ മുടിയൻ പുത്രന്റെ ഹൃദയം എന്ത് ചെയ്തു? ഹൃദയത്തിനകത്തു ഭാരമുണ്ടായി. താൻ പോയ വഴിയെക്കുറിച്ച് അവന് ബോധ്യമായി, താൻ നടന്ന വഴിയെക്കുറിച്ച് അവന് ബോധ്യമായി. അവിടെ നിന്നുകൊണ്ട് അവൻ നിലവിളിക്കാൻ തുടങ്ങി. 34:18 പറയുന്നു, വായിച്ചേ. ഹൃദയം നുറുങ്ങിയവർക്ക്. ഇവിടെ നോക്കിക്കോണം, ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ പോകും. ഞാൻ എൻ്റെ അപ്പനോട് പറയും, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു, നിന്റെ മകൻ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് അവൻ എഴുതി വെച്ച പോലെ അവൻ മടങ്ങി ദൈവസന്നിധി വന്നപ്പോൾ 20-ാമത്തെ വാക്യം പറയുന്നു, അങ്ങനെ അവൻ എഴുന്നേറ്റു അവൻ്റെ അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരെ നിന്ന് അപ്പൻ അവനെ കണ്ട് ഒരു വാക്യം വരയിട്ട് വെക്കുക, അപ്പൻ്റെ മനസ്സലിഞ്ഞു. ഇന്ന് പകൽ ആത്മാവിനകത്തറിയണം, ദൈവസന്നിധിയിൽ വന്ന് മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ മനസ്സലിയുന്ന ഒരു നല്ല കർത്താവ് നിനക്കുണ്ട്. ഓ, എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഒരു മനസ്സലിവുള്ള ഒരു ദൈവം, ഒരു മനസ്സലിവുള്ള ഒരു ദൈവം. ഇന്നൊരു മടങ്ങി വരവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഇന്ന് പകലിൽ ഈ വചനത്തെ കേൾക്കുന്നവരോട് ഞാൻ പറയാം, ഒരു മനസ്സലിവ് കാണിക്കുന്ന ഒരു നല്ല കർത്താവ് നിനക്കുണ്ട്. ഇവിടെ പറയുന്നു, അപ്പന്റെ അരികിൽ ചെന്നപ്പോൾ പറഞ്ഞു, അപ്പ, ഞാൻ സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തു, നിന്റെ മകൻ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. അപ്പൻ ഒരൊറ്റ കാര്യവും പറഞ്ഞില്ല. അപ്പൻ ഒന്നേ പറഞ്ഞു, ഞാൻ നിന്റെ മനസ്സിനെ ഞാൻ അറിയുന്നു. മനസ്സ് തകർന്നവർക്ക് ഞാൻ സമീപസ്ഥനായ ദൈവമാ. മനസ്സ് തകർന്നവർക്ക് ഞാൻ സമീപസ്ഥനായ ദൈവമാ. ഞാൻ അവന്റെ മുറിവുകളെ കെട്ടുന്ന ഒരു ദൈവമാ. ഇന്ന് പകൽ വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ടോ? ഒരു മടങ്ങി വരവ് അനിവാര്യമാണെങ്കിൽ ഒരു വിടുതൽ നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം നടക്കുക. ഓ, എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു. ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. വിശ്വാസത്തിനകത്തറിയണം. മനസ്സ് തകർന്നവർക്കാണ് ദൈവം സമീപസ്ഥൻ. എല്ലാവർക്കും വേണ്ടിയല്ല, മനസ്സ് തകർന്നവര്, ദൈവസന്നിധി മടങ്ങി വരുന്നവര്, കർത്താവിനോട് ഉടമ്പടി ചെയ്യുന്നവർക്ക് വേണ്ടി അവൻ സമീപസ്ഥനായിട്ട് പറയുന്നു. ഹല്ലേലൂയ. മനസ്സലിഞ്ഞവരുടെ മുറിവിനെ കെട്ടുന്ന. അതുകൊണ്ട് ഇവിടെ പറയുന്നു, അവനെ കണ്ട് മനസ്സലിഞ്ഞ് അപ്പൻ ഓടിച്ചെന്നവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ഒരു മടങ്ങി വരവ് അനിവാര്യമാണെങ്കിൽ 21-ാമത്തെ വാക്യം പറയുന്നു, മകൻ അപ്പനോട്, മകൻ അവനോട് പറയുക, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തന്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായി അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പീൻ, ഇവന്റെ കൈക്ക് മോതിരവും
കാലിന് ചെരുപ്പും ഇടുവീൻ എന്ന് പറഞ്ഞു. നിന്റെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്നത്, നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്നത്, വെട്ടുക്കിളിയെ തുള്ളനെ തിന്നൊരു മുടിച്ച കാലമുണ്ടെങ്കിൽ അതിനെ മടക്കി തരുന്നത് നിന്റെ മാനസാന്തരത്തിൽ കൂടാ. നിന്റെ മടങ്ങി വരവാണെങ്കിൽ, നീ ഒരു മടങ്ങി വന്ന ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കാൻ റെഡിയാണെങ്കിൽ, നിനക്ക് വേണ്ടി കരുതുന്ന, നിന്നെ ഉയർത്തുന്ന, നിന്നെ മാനിക്കുന്ന, നിന്റെ കുടുംബത്തെ മാനിക്കുന്ന, നിന്റെ തലമുറയെ മാനിക്കുന്ന ഒരു ദൈവത്തെ അത്രേ ഞാൻ ഇന്ന് പകൽ ഉയർത്തി കാണിക്കുന്നത്. ഹല്ലേലൂയ. നിനക്കൊരു മാറ്റം വരാൻ റെഡിയാണെങ്കിൽ, നിനക്കൊരു മാനസാന്തരം വരാൻ റെഡിയാണെങ്കിൽ, ദൈവ അമയം പറയുവാനുള്ള ഒന്നേ ഉള്ളൂ, നിന്നെ പുതിയൊരു അങ്കി ധരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കൈകളിൽ മോതിരത്തെ അണിയിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. 23-ാമത്തെ വാക്യം പറയുന്നു, തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്നു, അർപ്പീൻ നാം തിന്ന് ആനന്ദിക്കുക. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുമ്പോ ഇന്ന് പകൽക്കറിയണം, നിങ്ങൾ ഒരാൾ മടങ്ങി ദൈവസന്നിധി വരുമ്പോ സ്വർഗം ഏറ്റവും കൂടുതൽ സന്തോഷിക്കും. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? ഒരാൾ മടങ്ങി, ഒരു പാവിയുടെ മാനസാന്തരം, ഒരു മടങ്ങി വരവ് ദൈവസന്നിധി നിൽക്കുമ്പോ സ്വർഗം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. അതുകൊണ്ട് യേശു പറയുന്നുണ്ട്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവി. ഇവിടെ പറയുന്നു ഒരു മാനസാന്തരത്തെ കുറിച്ച് യേശു പറഞ്ഞുകൊണ്ട് വരിക. 24-ാമത്തെ വാക്യം പറയുന്നു, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. ഇവൻ മരിച്ചവനായിരുന്നു, എന്നാൽ വീണ്ടും ജീവിച്ചു. കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. 25-ാമത്തെ വാക്യം വായിച്ചു പെട്ടെന്ന്. അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വന്നു വീടിനോടടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. ബാല്യക്കാരിൽ ഒരുത്തൻ വിളിച്ച് ഇതെന്ത് എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ. ഇവിടാണ് സൗഖ്യം കാണുന്നത്. കണ്ടോ? സൗഖ്യത്തോടെ. അവൻ രോഗിയായിരുന്നു. യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നു കഴിഞ്ഞു. പാപത്തിൽ നിന്നുള്ളൊരു സൗഖ്യം കാൽവറി ക്രൂശിൽ നടന്നു കഴിഞ്ഞു. ഇവിടെ പറയുന്നു, അവൻ അപ്പൊ സൗഖ്യത്തോടെ കിട്ടിയതുകൊണ്ട് തടിപ്പിച്ച കാളക്കുട്ടി അറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ചു, അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അവൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. 29-ാമത്തെ വാക്യം പറയുകയാണ്, അവൻ അവനോട് പറ, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ഞാൻ ലംഘിച്ചിട്ടില്ല. എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് ഒരാട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. 30, അർത്തുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വാക്യം, മകനെ നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഇന്ന് പകൽക്കാലം പറയണം, നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊണ്ടിരുന്നതാണ് യേശു. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയതിനെ യേശു ആഗ്രഹിക്കുന്നു മടങ്ങി വരുവാൻ. ഹല്ലേലൂയ. ഇന്നലകളെ കുറിച്ചല്ല ഞാൻ പറയാം, ഇന്നലകളെ കുറിച്ചുകൂടെ ഗൗരവത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരാൾ മടങ്ങി വരുന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം നഷ്ടപ്പെട്ടത് മുഴുവൻ മടക്കി തരും. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി തരുന്ന ആമീൻ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് ഇന്ന് പകൽ പറയുന്നു, ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വാതിലുകളെ തുറക്കും. ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ഒരു മടങ്ങി വന്ന ഇന്ന് പകലറിയാം, ദൈവം ഒരുത്തനെ ഉയർത്തണമെന്ന് ദൈവം പദ്ധതിയിട്ടാൽ ആർക്കും അതിനെ തലയിൽ എതിർക്കാൻ പറ്റത്തില്ല. എങ്ങനെ ആയിരിക്കണം? ദൈവസന്നിധിയിൽ ആരായി മാറണം? വിശ്വസ്തനായി മാറണം. ഒന്ന് പറഞ്ഞേ, ദൈവസന്നിധിയിൽ ആരായി മാറണം? നിങ്ങൾ ആരായി മാറണം? ഞാൻ ആരായി മാറണം? ദൈവസന്നിധിയിൽ വിശ്വസ്തനാണെങ്കിൽ എൻ്റെ ഗ്രാഫ് മാറും. പിടികിട്ടുന്നോ? ഞാൻ പോലും ചിന്തിക്കാതെ എനിക്ക് വേണ്ടിയുള്ള പുതുവഴികളെ ദൈവം തുറക്കും. പിടികിട്ടുന്നോ? നിങ്ങളുടെ അകത്ത് കത്തുന്നുണ്ടോ? അപ്പം ഈ പത്രോസ് പടകുമായിട്ട് ഇറങ്ങി. പത്രോസ് വിചാരിച്ചോ ഈ നേരം വെളുക്കുമ്പോൾ വലിയൊരു അത്ഭുതം നടക്കാൻ പോകുന്നത്.
ആമി പത്രോസിനകത്ത് പോലും ചിന്തിച്ചില്ല. പത്രോസ് നിരാശപ്പെട്ട് കണ്ണുനീരൊഴുക്കി വലയും കഴുകിയിരിക്കുമ്പോഴാണ് സ്വർഗത്തിൻ്റെ ഒരു പറച്ചിൽ ആഴത്തിലേക്ക് മാറ്റി പത്രോസ് വലയിറക്കും. ഇന്ന് പകൽക്കാലം പറയും, ചിന്തിക്കാത്ത ചില വാതിലുകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കണമെങ്കിൽ, ചിന്തിക്കാത്ത ചില അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൽ വരണമെങ്കിൽ, ചിന്തിക്കാത്ത ചില നന്മകൾ നിന്റെ ജീവിതത്തിൽ വരണമെങ്കിൽ, ഇന്നൊരു മടങ്ങി വരവ് അനിവാര്യമാ, ഒരു മടങ്ങി വരവ് അനിവാര്യമാ. നിനക്ക് വേണ്ടി ദൈവം ചില പ്രവർത്തികൾ, ദൈവം ആരെന്ന്, അവൻ നല്ലവനെന്ന് ഇന്ന് പകൽ രുചിച്ചറിയത്തക്ക തലത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ചില കൃപ വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. പിടികിട്ടിയോ? മടങ്ങി വരുന്ന ഒരുവന് വേണ്ടി ദൈവത്തിന്റെ വലിയൊരു കരുതൽ വെളിപ്പെടും. എവിടെ വസിക്കുന്നുണ്ട്? മൂത്ത മോനോട് പറയുക, മോനെ എപ്പോഴും എന്നോടുകൂടി അല്ലേ. നിങ്ങൾ പിടികിട്ടുന്നല്ലോ. പ്രതിസന്ധി വരുമ്പോഴും ഈ അപ്പൻ അറിഞ്ഞുകൊണ്ടായിരിക്കുന്നേ, പ്രതികൂലം വരുമ്പോഴും ഈ അപ്പൻ അറിഞ്ഞുകൊണ്ടേ. ഇന്ന് അപ്പൻ്റെ കൂടാണ് ഭയപ്പെടേണ്ടി വരത്തില്ല. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് ഭാരപ്പെടുന്ന വിഷയങ്ങൾ വന്നാലും നീ ഭാരപ്പെടേണ്ടി വരത്തില്ല. നിന്റെ തലമുറയുടെ കാര്യം ഓർത്ത് നീ ഭാരപ്പെടേണ്ടി വരത്തില്ല. നിന്റെ ഭവനത്തിന്റെ വിഷയമോർത്ത് നീ ഭാരപ്പെടേണ്ടി വരത്തില്ല. ഇനി മുന്നിൽ എന്നാ വഴിയെന്ന് ചോദിക്കണ്ട. നിനക്കുള്ള വഴി സ്വർഗം ഒരുക്കിയിട്ടുണ്ടോ? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിനക്കുള്ള വഴി സ്വർഗം ഒരുക്കിയിട്ടുണ്ട്. എന്റെ ഭാവി എന്റെ കർത്താവിന്റെ കൈ സുരക്ഷിതമാ. എന്റെ ഭാവി എന്റെ കർത്താവിന്റെ കൈ സുരക്ഷിതമാ. അവൻ പുതുവഴികളെ ഒരുക്കുന്ന ദൈവമാ. ഞാൻ ആയിരിക്കുന്ന അവനോട് കൂടെയോ. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞു, ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞ് ഒരു നാൾ അവൻ എന്നെ വിട്ടുമാറത്തില്ല. ഞാൻ അവനോട് കൂടെ ഇരിക്കുന്നെങ്കിൽ ഇന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയണം, എന്റെ ഭാവി എന്റെ കർത്താവിൽ സുരക്ഷിതമാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്ത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം എടുക്കുമ്പോൾ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, അനുഗ്രഹത്തിലേക്ക് വരാൻ പോവാ. 4-ാം അധ്യായം 34-ാമത്തെ വാക്യം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 34-ാമത്തെ വാക്യം. അക്കാലം കഴിഞ്ഞിട്ട് ഞാൻ നെബൂഖദ്നേസർ എന്ന ഞാൻ എങ്ങോട്ട് നോക്കി? ഇടയ്ക്കിടയ്ക്ക് സ്വർഗത്തേക്ക് നോക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഈ മറ്റുള്ളതിലേക്ക് നോക്കാതെ ഇടയ്ക്കൊക്കെ എന്നെ എടുക്കണം, സ്വർഗത്തേക്ക്. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ തല ഉയർത്തി നോക്കുവീൻ. പിടികിട്ടിയോ? ഇടയ്ക്കൊന്ന് തല ഒന്ന് ഉയർത്തണം. തല ഉയർത്തി ഇവിടെ പറയുവാണ്, നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തേക്ക് കണ്ണുയർത്തി എന്റെ ബുദ്ധി, അപ്പോൾ തന്നെ എന്ത് ചെയ്തു കഴിഞ്ഞു? എന്റെ ബുദ്ധി എനിക്ക് മടങ്ങി വന്നു. അപ്പൊ എന്ത് ചെയ്തു? സ്വർഗത്തേക്ക് നോക്കിയവൻ കണ്ണും തള്ളി മേലോട്ട് നോക്കിയെന്നല്ല പറഞ്ഞ് എന്ത് ചെയ്തോണ്ടിരുന്നു? അവനെ ആരാധിക്കാൻ തുടങ്ങി. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? വിടുതൽ വേണോ? അത്ഭുതം നടക്കണോ? ഒരു ചട്ടമുണ്ട്. ഒരു ദൈവം ഒരു ചട്ടമിട്ടുണ്ട്. ആ ചട്ടത്തിനകത്തുണ്ട് ഉയരും. ചട്ടത്തിൽ നിൽക്കുന്നവനെ ദൈവം മാനിക്കുന്നവനാ. ഹല്ലേലൂയ. അതുകൊണ്ട് പറയാം, എൻ്റെ ബുദ്ധിയെ എനിക്ക് മടങ്ങി വന്നു. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി. എന്തൊരു കഷ്ടമല്ലേ! എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ, അതെന്നെ ആരാധനയാ. അതെന്തൊരു ആരാധനയല്ലേ! ദൈവത്തിന് എന്ത് മഹത്വം മനുഷ്യൻ കൊടുക്കുന്നത്. നെബൂഖദ്നേസർ കൊടുക്കുക, ദൈവത്തിന് കൊടുക്കുന്നുണ്ടോ? ആമി വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു ബഹുമാനിക്കുകയും ചെയ്തു. ഇവിടെ പറയും, അവൻ്റെ ആധിപത്യം എന്നേക്കുമുള്ളത്. അവന്റെ ആധിപത്യവും അവന്റെ രാജ്യത്വവും തലമുറ തലമുറയുള്ളതല്ലോ. എന്നിട്ട് സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവന്റെ കൈ തടുപ്പാനോ ഇത് ഓർത്താ മതി. അവൻ നിന്നെ ഇന്ന് പകലിലൊന്ന് ഉയർത്തണമെന്ന് പദ്ധതി ഇട്ടാൽ
ആമീൻ, ദേശക്കാർക്ക് തടയാൻ പറ്റത്തില്ല. ഇന്ന് പകലറിഞ്ഞു, നിന്റെ പേരിനെ ഒന്ന് ഉയർത്താൻ പദ്ധതിയിട്ടാൽ, നിന്റെ കുടുംബത്തെ ഒന്ന് മാനിക്കാൻ പദ്ധതിയിട്ടാൽ, നിന്നെ ഒന്ന് സൗഖ്യമാക്കാൻ പദ്ധതിയിട്ടാൽ, ഇന്ന് നീ അനുഭവിക്കുന്ന പ്രശ്നത്തെ മാറ്റാൻ ആർക്കും തടയാൻ പറ്റത്തില്ലാത്ത ഒരു ദൈവമുണ്ട്. അവനെ എത്ര ആരാധിക്കേണ്ടത്, അവനെത്ര മഹത്വം കൊടുക്കേണ്ടത്, അവനെത്ര. എന്തുകൊണ്ട് നിങ്ങളുടെ അകത്തത് വെളിപ്പെടുന്നില്ല? ഇന്ന് പകലകത്ത് വെളിപ്പെട്ടെ. എന്റെ ഭവനം ഇന്ന് പകലിൽ ഒരു അത്ഭുതം കാണാൻ പോവുകയാണെന്ന് വിശ്വസിക്കാൻ റെഡിയാവുന്നവർ എത്ര പേരുണ്ട്? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ, കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥനയ്ക്കായി ഇരിക്കാൻ നിൽക്കുമ്പോൾ എന്നോട് ദൈവം പറഞ്ഞൊരു വാക്കാ ഈ പറഞ്ഞ നെബൂഖദ്നേസറിനോട് പറഞ്ഞ അതേ വാക്കാ പറഞ്ഞേ. നീ ഉപവസിക്കേണ്ട ആവശ്യമില്ല, നീ ഉപവാസത്തിന് ഇരിക്കേണ്ട ആവശ്യമില്ല, നീ ഇരിക്കേണ്ട ആവശ്യമില്ല, ഞാനത് ചെയ്യാൻ പോകുകയാണ് എന്ന് പറയുന്നെങ്കിൽ ഇന്ന് പകൽ വാക്യത്തിനകത്തറിഞ്ഞു, ആർക്കും തടയാൻ പറ്റത്തില്ലാത്തത്, ആർക്കും തടയാൻ പറ്റത്തില്ലാത്ത ഒരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. ഇന്ന് പകൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതികൂലമാണെങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്ന കണ്ണുനീരാണെങ്കിൽ, ഇന്ന് അനുഭവിക്കുന്ന വിഷയങ്ങളെ ഒരു സെക്കൻഡ് കൊണ്ട് മാറ്റി എഴുതാൻ അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ഇവിടെ പറയുന്ന സൈന്യങ്ങളുടെ ഭൂവാസികളോട് ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്ന അവന്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്ന അവനോട് ചോദിപ്പാനോ ആർക്ക് കഴിയും? ഇന്ന് പകൽ അറിയുന്നുണ്ടോ? ആമേൻ, എന്നെ തമ്പുരാനൊന്ന് ഉയർത്താൻ പദ്ധതിയിട്ട ആർക്കും ഇന്ന് പകൽക്കാലം വരണം. ആമേ, അമ്മാച്ചനും വേണ്ട, അനന്തരവനും വേണ്ട, നിന്നെ ഉയർത്താൻ ഒരുവൻ എനിക്കുണ്ട്. വിശ്വസിക്കുന്ന മാത്രം കരങ്ങൾ ഉയർത്തി ആ നല്ല കർത്താവിനെ സ്തോത്രം ചെയ്യും. എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു കർത്താവുണ്ട്. അവൻ എന്നെ വിളിച്ചവനാണെങ്കിൽ ഇന്ന് പകൽ ധൈര്യത്തോടെ വിളിച്ചു പറയണം, ഞാൻ തകർന്നു പോകത്തില്ല, എന്റെ കുടുംബം ഉടഞ്ഞു പോകത്തില്ല, ഞാൻ ഒരു അനുഗ്രഹമായി മാറും, ഞാൻ ഒരു അനുഗ്രഹമായി മാറും. ഇന്ന് കാണുന്ന പ്രതികൂല, ദാവീദ് പറഞ്ഞ പോലെ ഇന്ന് കാണുന്ന പ്രതിസന്ധിയെ ഞാൻ ചാടി കടക്കുക തന്നെ ചെയ്യാം യേശുവിന്റെ നാമത്തിൽ. ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതയെ നോക്കിക്കൊണ്ട് വിളിച്ചു പറ, ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധിയെ നോക്കി വിളിച്ചു പറ, എനിക്ക് സ്വർഗത്തിനകത്തൊരു ദൈവമുണ്ട്, എനിക്കൊരു നല്ല കർത്താവുണ്ട്, ഞാൻ അവനെ ആരാധിക്കുന്നവനാ, ഞാൻ അവനെ സ്തുതിക്കുന്നവനാ, ഞാൻ അവന്റെ ശബ്ദം കേട്ടതാണെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറയണം, ഞാൻ തകർന്നു പോകത്തില്ല, ഞാൻ തകർന്നു പോകത്തില്ല, ഞാൻ തകർന്നു പോകത്തില്ല, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, ഉയർച്ച തന്നെ പ്രാപിക്കും. എത്ര പേർ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്? എത്ര പേർ വിശ്വാസത്തിനകത്ത് വിളിച്ചു പറയാം? ചിലരൊക്കെ നിന്നെ നോക്കി ചോദിച്ചിട്ടുണ്ട്, എന്തായി ആമേ, കുറെ നാളായല്ലോ നടക്കാൻ തുടങ്ങിയിട്ട്, എന്തായി നിന്റെ കുഞ്ഞിന്റെ കാര്യം, എന്തായി? വരട്ടെ ബ്രദറെ, ഒരു ഉയർച്ച വരാൻ പോവുക, ഒരു ഉയർച്ച വരാൻ പോവുക, ഒരു തലമുറയ്ക്കകത്ത് ഒരു അത്ഭുതം വരാൻ പോവുക. എന്നെ വിളിച്ചവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ വിളിച്ചവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലജ്ജിച്ചു പോകത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അവനോടൊരു ദൂതൂടെ പറയണം. എന്നാ പറയേണ്ടതെന്നറിയോ? എന്റെ അനുഗ്രഹം കണ്ടിട്ട് നിന്നെ ഈ ഭൂമിയിൽ നിന്ന് എടുക്കത്തുള്ളൂ, എന്റെ ഉയർച്ച കണ്ടിട്ടേ, എന്റെ ഉയർച്ച കണ്ടിട്ടേ നീ നഷ്ടപ്പെട്ടു പോകത്തുള്ളൂ. കാരണം എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്. എന്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി അവൻ ജീവനുള്ളവനെ ആരാധിക്കുമ്പോ അവൻ എനിക്ക് വേണ്ടി മഹത്വം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നത് മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ധൈര്യത്തോടെ വിളിച്ചു പറയാൻ പറ്റുമോ? ധൈര്യത്തോടെ വിളിച്ചു പറയാം, എനിക്കൊരു അനുഗ്രഹം വരാൻ പോവുക, എനിക്കൊരു ബ്ലെസ്സിങ് വരാൻ പോവുക, എനിക്കൊരു നന്മ വരാൻ പോവുക, എന്റെ അവസ്ഥ മാറാൻ പോവുക, എന്റെ വഴി തുറക്കാൻ പോവുക. എത്ര പേര് വിശ്വാസം വിളിച്ചു പറയും? ഒരു അത്ഭുതം നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അകത്തൊരു വിശ്വാസത്തിനകത്ത് ഉറങ്ങണം. ഇവിടെ പറയുന്നു, ആർക്കും അതിനെ തടയാൻ പറ്റത്തില്ല. ഇവിടെ പറയുന്ന വാക്കാണ്, തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നെന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും പറ്റത്തില്ല. ആമേ, നമ്മളെ ഉയർത്തിയാലേ നീ എങ്ങനെ ഉയർന്നും ചോദിക്കാനെന്നില്ല. ഒറ്റ കാര്യം പറയാവുള്ളൂ, ആരാധിക്കേണ്ടവനെ ആരാധിക്കേണ്ട പോലെ ആരാധിച്ചാൽ, വിശ്വസിക്കുന്നവനെ അതുപോലെ വിശ്വസിച്ചാൽ അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും, അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് 36-ാമത്തെ വാക്യം പറയാം, ആ നേരത്ത് തന്നെ എൻ്റെ ബുദ്ധി മടങ്ങി വന്നു, എൻ്റെ രാജ്യത്വത്തിൻ്റെ മഹത്വത്തിനായി എൻ്റെ മഹിമയും മുഖപ്രകാശവും മടങ്ങി വന്നു. ശ്രേഷ്ഠ മഹത്വം. നെബൂഖദ്നേസർ രാജാവായിരിക്കെ ഉയർത്തേണ്ടവനെ ഉയർത്തിയപ്പോ സ്വർഗത്തിലെ ദൈവം പറയുക, 36-ാമത്തെ വാക്യം പറയുക. ഇവിടെ പറയുന്ന വാക്യനത്, ഞാൻ എൻ്റെ രാജ്യത്വത്തിൽ യഥാസ്ഥാനപ്പെട്ടു. ഉണ്ടോ?
എന്നെ ദൈവം ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചു. ഇന്നലത്തെ പോലല്ല, ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചെന്ന്. ഞാനിരുന്ന സീറ്റ് ചില ഇളകിക്കൊണ്ടിരുന്ന, പക്ഷെ അവരങ്ങ് ഉറപ്പിച്ചു. ഇന്ന് പകൽ ഓർത്തണം, മാമി ചില നഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, നഷ്ടപ്പെടുകയല്ല, അവിടെ ഒരു ഉയർച്ച വരാൻ പോവാ. ഇന്ന് ആരോട് ആത്മാവ് ഒരു ദൂത് പറയുക, നഷ്ടപ്പെടുമെന്ന് പറഞ്ഞെടുത്തൊരു പ്രോഗ്രസ് വരാൻ പോവാ. നീ ചിന്തിക്കാത്ത സമയത്ത് ദൈവം ഒരു പ്രവൃത്തി വരാൻ പോവാ. ചിലത് നഷ്ടപ്പെട്ടെന്ന് പറയുന്നിടത്ത് നിനക്കൊരു പ്രമോഷൻ വരാൻ പോവാ. അത് ഈ ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കാൻ പോവാ. ആരോടോ ആത്മാവ് ഒരു ദൂത് പറയുക. ആമേ, ചില മാറ്റങ്ങൾ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകും. ആമേ, ചില ചെയറുകൾ ദൈവം മാറ്റുമെന്ന് ആത്മാവിനോട് പറയുന്നു. ആമേ, ചില കസേരകളെ ദൈവം മാറ്റാൻ പോവുക. എന്നാന്നറിയോ, ഒരു മഹത്വം ഇറങ്ങിയിട്ടുണ്ട്, ഒരു മഹത്വം ഇറങ്ങിയിട്ടുണ്ട്. അത് പറയുകയാണ്, രാജ്യത്വത്തിന്റെ യഥാസ്ഥാനപ്പെടുത്തുകയും ശ്രേഷ്ഠ മഹത്വം എനിക്കായി സിദ്ധിച്ചു. കഴിഞ്ഞ ദിവസം ചിന്തിച്ചതൊന്നും അല്ല ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നേ. കഴിഞ്ഞ ദിവസം കണക്ക് കൂട്ടിയൊന്നും അല്ലെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പത്രോസ് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പടക് തമ്പുരാൻ നിറയ്ക്കുന്നത്. ചിന്തിച്ചതല്ല ഇന്ന് വരാൻ പോകുന്നത്. ആരോടോ ആത്മാവിന്റെ ഒരു ദൂത പറയുന്നത്, ചില ശൂന്യമായി പോയതിനെ ദൈവം മടക്കി കൊണ്ടുവരാൻ പോവുക. ശൂന്യമായി പോയ ചില വാതിലുകൾ ദൈവം ഇന്ന് പകൽ തുറക്കപ്പെടാൻ പോവുക. ശൂന്യമായി നിൽക്കുന്നതിനകത്തുനിന്ന് ദൈവം ചില അത്ഭുതങ്ങളെ ഈ പകൽ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞു. ആർക്കും എതിർക്കാൻ മേലാത്ത ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവിൽ സംഭവിക്കും. അപ്പൊ ദൈവം എന്ത് ചെയ്യണോ, ദൈവം ഒരു പ്ലാൻ ഇട്ടാൽ ആ പ്ലാൻ നടക്കും. നിൽക്കാൻ റെഡിയാണോ? നിൽക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. യോനായുടെ പുസ്തകം എടുത്ത് പെട്ടെന്ന് യോനായുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് എഴുതി. യോനായുടെ പുസ്തകം 2-ാമത്തെ വാക്യം പറയും, ഞാൻ എൻ്റെ കഷ്ടനിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. ആമേൻ. 3-ാമത്തെ വാക്യം പറയുന്നു, നീ എന്നെ സമുദ്രമധ്യത്തിൽ ആഴത്തിൽ ഇട്ടുകളഞ്ഞു, പ്രവാഹം എന്നെ ചുറ്റി, നിന്റെ ഓളങ്ങളും തിരകളുമെല്ലാം എൻ്റെ മീതെ കടന്നുപോയി. പ്രതിസന്ധി. യോന ആരാൽ വിളിക്കപ്പെട്ടവൻ? ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ. ദൈവത്താൽ വിളിക്കപ്പെട്ടവനെ നിനവയിലേക്ക് പോകാൻ ദൈവം ഒരു അരുളപ്പാട് കൊടുത്തു. ഇപ്പൊ അവൻ എങ്ങോട്ടാ പോയേ? തർശീശിലേക്ക് പോയി. ദൈവത്തിന്റെ വാക്കിനോട് മറുതലിപ്പ് വന്നപ്പോൾ എവിടേക്ക് വിളിച്ചു? ദൈവം വിളിച്ചത്, നിങ്ങൾ അകത്ത് നല്ലവണ്ണം കേട്ടോണം, ദൈവം വിളിച്ചത് നിനവയിലേക്ക് പോകാൻ. എന്നാൽ യോന ദൈവത്തിന്റെ വാക്കിനോട് മറുതലിപ്പ് വെച്ചിട്ട് നിനവയ്ക്ക് പോകാതെ തർശീശിലേക്ക് പോയി. തർശീശിലേക്ക് പോയവൻ ഇന്ന് തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്ന് അയ്യം വിളിക്കുക. ഇന്ന് ചില മടങ്ങി വരവ് ആവശ്യമാണ്. ഇന്ന് ചില അയ്യം വിളിക്കുന്നതിന് കാരണം ചില മടങ്ങി വരവ് വേണം. അയ്യം വിളിക്കാൻ കാരണം നിന്നെ മടങ്ങി വരവ് സ്വർഗം കാണുന്നത് കൊണ്ടാ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നത്. അവൻ ഇന്നിപ്പം നിൽക്കുന്നത്, യോന പോയി നിൽക്കുന്ന മത്സ്യത്തിന്റെ വയറ്റില. അവിടെ കിടന്ന് യോന ദൈവത്തോട് നിലവിളിക്കുക. യോനയുടെ പ്രാർത്ഥന മാമി സ്വർഗം കേൾക്കുന്നു. 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വന്നപ്പോ യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം. അപ്പം ഓർത്ത് നോക്കിക്കോണം, ദൈവത്തോട് നിലവിളിച്ചു, ദൈവം പ്രാർത്ഥന കേട്ട് അവനെ കരയിൽ, തിമിംഗല കരയിൽ അവനെ ഛർദ്ദിച്ചു പോകായിട്ട് ബാക്കി വാക്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു യഹോവയുടെ അരുളപ്പാട് വീണ്ടും വരുവാ. യോനായ്ക്കുണ്ടായെന്നാൽ ഞാൻ നിന്നോട് പറഞ്ഞ പ്രസംഗം എന്ത് ചെയ്യണം? നിനവേ പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. 3-ാമത്തെ വാക്യം. അങ്ങനെ യോന പുറപ്പെട്ടു. യോന നഗരത്തിൽ കടന്നു. ദൈവം പറഞ്ഞു വിട്ട വാക്കിനെ പറയുവാൻ യോന നിനവയിൽ നിന്നു. നിനവയിൽ നിന്ന് നിനവക്കാരോട് പറഞ്ഞു, 40 ദിവസം കഴിഞ്ഞാൽ നിനവയെ ഉന്മൂലമാക്കും എന്ന് ഘോഷിച്ച് വിളിച്ചു പറഞ്ഞു. എന്നാൽ അവർ നിനവക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു, ഒരു ഉപവാസം പരസ്യം ചെയ്തു. അടുക്കലെത്തിയാറെ വെണ്ണീറിലിരുന്നു. 7-ാമത്തെ വാക്യം.
ആ ആ ചെയ്യരുത്. 8ാമത്തെ വാക്യം, അവർ ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കണം. ഓരോരുത്തൻ താൻ്റെ ദുർമാർഗം, അവിടെ കിടക്കുന്ന വാക്ക് കണ്ടോ, താൻ്റെ ദുർമാർഗം സാഹസവും വിട്ട് മനം തിരികെയും വേണം. അപ്പം നിനവയിൽ യോന പ്രസംഗിച്ചത് മാനസാന്തരം, നസ്രനാം യേശു പ്രസംഗിച്ചതും മാനസാന്തരം, അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് മാനസാന്തരം. സമ്പത്തിനെ അല്ല പ്രസംഗിച്ചത്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പടകിനെ നിറച്ച യേശുവിനെ അല്ല ഞാൻ പറയുന്നത്, മാനസാന്തരപ്പെട്ടപ്പം അത്ഭുതം ചെയ്ത് കർത്താവിനെ ഞാൻ പ്രസംഗിക്കുന്നേ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ദുർമാർഗങ്ങൾ എന്ത് ചെയ്യണം, താൻ്റെ കൈക്കാലുള്ള സാഹസവും വിട്ട് മനം തിരികെയും വേണമെന്ന് ആര് പറഞ്ഞു? യോന പ്രസംഗിക്കുവാൻ തുടങ്ങി. 9ാമത്തെ വാക്യം, ദൈവം അവിടെ പറയുന്നു, ദൈവം വീണ്ടും അനുതപിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ്റെ ഉഗ്രകോപം വിട്ട് മാറുമായിരിക്കും. ആർക്കറിയാം? അവർക്കറിയത്തില്ല. എങ്കിലും ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുക? ഇവിടെ നിങ്ങൾ നോക്കിയേ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വന്നപ്പോൾ ഒരു മുടിയംപുത്രനെ പറഞ്ഞു. മുടിയംപുത്രൻ താൻ തകർച്ചയിലിരിക്കും പറഞ്ഞു, ഞാൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി ചെന്ന് എൻ്റെ അപ്പനോട് പറയും, അപ്പാ, സ്വർഗത്തോടും അങ്ങയോട് ഞാൻ പാപം ചെയ്തു, മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഇവിടെ പറയുന്നു നിനവക്കാർ മുഴുവനായി പാപത്തിൽ ജീവിക്കുന്നവർ. അവർ പറയുന്നു, അവർ ഉപവാസം വെക്കുന്നു, 40 ദിനത്തോളം ഉപവാസത്തിലിരിക്കാൻ പോകുന്നു. ദൈവത്തിന് നമ്മളോട് മനസ്സലിവ് ഉണ്ടാകുമോ എന്നറിയത്തില്ല. എങ്കിലും ദൈവത്തിന് നമ്മളോട് മനസ്സലിവ് തോന്നിയാൽ നമ്മളെ അവൻ രക്ഷിക്കട്ടെ. ഇവിടെ പറയുന്നു ഉഗ്രഹവും വിട്ടുമാറുമായിരിക്കും. ആർക്കറിയാം? അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു. ദുർമാർഗം വിട്ടു. നീ കറക്റ്റായിട്ട് ദൈവസന്നിധി വന്നെന്ന് ആർക്ക് ബോധ്യം വരണം? ചുമ്മാ കൈയടിച്ചിട്ട് കാര്യമില്ല, ചുമ്മാ അയ്യം വിളിച്ചിട്ട് കാര്യമില്ല, ചുമ്മാ സ്തോത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവദാസന്റെ കണ്ണിങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഉടനെ കണ്ണടച്ച് 2 സ്തോത്രം, കിടക്കട്ടെ 2 സ്തോത്രം, ഒരു പ്രയോജനമില്ല. ആര് മഹത്വം എടുക്കണം? ഓ, എൻ്റെ കൂടെ വരുന്നുണ്ടോ? മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന ഒരു പരിപാടികളും നടക്കാത്ത ഒരു സ്ഥലമുണ്ട് ദൈവസന്നിധിയിലാണ്. ദൈവത്തിന് മനസ്സലി ഉണ്ടായ ദൈവദാസൻ എന്നാ പറഞ്ഞാലും പറഞ്ഞില്ലേലും ദൈവം അത്ഭുതം ചെയ്യും. കാരണം അവൻ ചെയ്യുന്നതിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. അവൻ ഒരുവനോട് മനസ്സലിവ് തോന്നിയാൽ ദേശത്ത് നീ ഒരു അനുഗ്രഹമായി മാറും. അബ്രഹാമിനോട് തോന്നിയ ഒരു മനസ്സലിവ്, ഇസഹാക്ക് വിതയ്ക്കാൻ നിന്നപ്പോൾ ക്ഷാമകാലമായിരുന്നു, തലമുറ വിതച്ചതുപോലും സ്വർഗം 100 മേനിയാക്കി വർദ്ധിപ്പിച്ചെങ്കിൽ ഇന്ന് പകലും വിശ്വസിക്ക്, അവൻ ചെയ്യാൻ പോകുന്നതിനെ തടയുവാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. ഇവിടെ പറയുന്നു നിനവക്കാരോട് ഒരുത്തൻ സുവിശേഷം പറയുമ്പോൾ അവർ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധി നിൽക്കാൻ തുടങ്ങിയപ്പോൾ ആമേ സ്വർഗം ഇത് കണ്ടിട്ട് പറയുക. 10ാമത്തെ വാക്യം പറയുന്നു, അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് പ്രവർത്തികളാൽ. അവർ ഊമവിഗ്രഹങ്ങളെ, ദേശാധിപതി ശക്തികളെ, ദുർമാർഗം, മേച്ച വിഗ്രഹങ്ങളെ തുരകളഞ്ഞു, ഉടച്ചു കളഞ്ഞു. അവർ ആ ദുർമാർഗം വിട്ട് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ, പ്രവർത്തികളെ കണ്ടപ്പോൾ, താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന അവർക്ക് വരുവാനിരുന്ന വിപത്തിനെ കുറിച്ച് ദൈവം അനുതപിച്ചു. ഇന്ന് പകലിൽ ആത്മാവിനകത്തൊരു ദൂതോടെ ഞാൻ പറയാം, ഇന്ത്യക്കകത്തൊരു അനുതാപം ഇല്ലെങ്കിൽ ഈ നാളുകളിൽ ദൈവം ആരാണെന്ന് അറിയാൻ തുടങ്ങും. ദൈവമക്കൾക്കെതിരായി നിന്ന് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അധികം കാലം മുന്നോട്ടത് പോകത്തില്ല. ദൈവം അതിനെ താളടിയാക്കാൻ അധികം കാലമില്ല. ആമേ, ഇന്ത്യ അറിയാൻ പോകുക യേശുവിനെ, ഹല്ലേലൂയ, അവന്റെ മഹത്വം അറിയാൻ പോകുക. അതുകൊണ്ട് പറയുന്നു, ഇവിടെ പറയുക, അരുളി ചെയ്തിരിക്കുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുതപിച്ചപ്പോൾ
അത് വരുത്തിയതുമില്ല. ഇന്ന് പകലിൽ നിങ്ങളുടെ അകത്തറിയണം, നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗം കേൾക്കണം, നിങ്ങളുടെ നിലവിളി സ്വർഗം കേൾക്കണം. തിരുത്തേണ്ടത് ഇന്ന് പകല് തിരുത്തണം. ദൈവത്തുമായിട്ടുള്ള ബന്ധത്തെ ഉറപ്പിക്കണം. ഇന്ന് പകലിൽ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങും. സ്വർഗം നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇറങ്ങും. സ്വർഗം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ തുടങ്ങും. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇതിനെ നല്ലവണ്ണം ആർക്കറിയായിരുന്നറിയോ? യോനായ്ക്കറിയാം. 4-ാം അധ്യായം എടുത്തേ, അതുകൊണ്ട് പറഞ്ഞിട്ട് പോകാം. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. യോന പ്രതീക്ഷിച്ച ദൈവോട് ചെന്ന് പറയും, ദൈവം പറഞ്ഞതനുസരിച്ച് ഞാൻ പ്രസംഗിക്കും, അവർക്ക് മാനസാന്തരമൊന്നും ഉണ്ടാകത്തില്ല, ദൈവം അവരോട് ശിക്ഷയ്ക്ക് പിടിക്കും എന്നൊക്കെയാ. പക്ഷെ യോനയുടെ പ്രസംഗം അവർക്ക് എന്ത് ചെയ്തു? മാനസാന്തരം ഉണ്ടായി. അവർ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നു. യോനയ്ക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ പറഞ്ഞ അത്യന്തം അനിഷ്ടമായി അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, നീ ആരാണെന്ന് എനിക്കറിയാം. പിടികിട്ടിയോ? യോന പറയുക, ഇവരനുദപിച്ചാൽ നീയും അനുദപിക്കും. വെറുതെ ഞാൻ അവിടം വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ? ദൈവത്തോട് പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീസിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നവനെന്ന് ഞാൻ അറിഞ്ഞു. കണ്ടോ? യോന പറയുക, നീ ആരാണെന്ന് എനിക്കറിയാം, അവരനുദപിച്ച നീ അനുദപിക്കും. ഞാൻ ഈ പ്രസംഗിച്ചാലും പ്രസംഗിച്ചില്ലേലും, ഞാൻ അവിടെ പോയി ദിനവേ പോയി പ്രസംഗിച്ചില്ലേലും ഒന്നുമില്ല, നിനക്ക് മനസ്സലിവുള്ള ദൈവമാണ്. അവരെപ്പോൾ തിരിഞ്ഞാലും അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവം. ഇന്ന് പകൽ അറിയുന്നുണ്ടോ? ഒരു മടങ്ങി വരവുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ടോ? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി തരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് നിന്റെ നാവിനെ ഇന്ന് പകൽ സൂക്ഷിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ആമീൻ. നമ്മുടെ നാവ് കൊണ്ടാണ്, ഞാൻ എപ്പോഴും പറയും, നാവ് കൊണ്ടാണ് ഏറ്റവും വലിയ പാപം ചെയ്യുന്നത്. നാവ് കൊണ്ടാണ്. ഇല്ലാത്തത്, ആവശ്യമില്ലാത്ത മുഴുവൻ സംസാരിക്കുന്ന നാവ് കൊണ്ടാണ്. ഇന്ന് പകലൊന്നും അറിഞ്ഞേ, നാവ് ദോഷം വരുത്താതിരുന്നാൽ അനുഗ്രഹം വരും. ശാപവും അനുഗ്രഹവും നാവിൻ്റെ മേൽ. പിടികിട്ടിയോ? അനുഗ്രഹം വരാതിരിക്കുന്ന കാര്യം എന്നാ? ഈ സംഭവം തന്നെയാ. ഈ സാധനം കൊണ്ട് തന്നെ ഞാൻ അനുഗ്രഹിക്കപ്പെടുവാനും ഇടയായി. അപ്പൊ ഇവിടെ യോന പറയുക, നീ മനസ്സലിവുള്ളൊരു ദൈവമാണ്. അപ്പൊ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന് എന്തുണ്ട്? ഇന്ന് പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാമത്തെ 2 ദിനവൃത്താന്തം 7-ാം അധ്യായം അതിന് 14-ാമത്തെ വാക്യം പറയുന്നു, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി ഇവിടെ നോക്കിയേ, ഇവിടെ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞു? എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന നേരം എന്ത് ചെയ്യണം? തങ്ങളെ തന്നെ താഴ്ത്തണം. ഈ താഴ്മയില്ലാതാണ് ഏറ്റവും വലിയ പ്രശ്നം. താഴ്മയുള്ളവനെല്ലാം റെഡിയാവും. നെഗളികളോട് ദൈവം എതിർത്ത് നിൽക്കും. അപ്പോൾ നമ്മളിൽ എന്തുണ്ടാകണം? നമുക്കില്ലാ പോയൊരു സാധനതാ, ഞാൻ എന്തൊക്കെയോ ആണ് അല്ലേ? നമുക്കൊരു താഴ്മ. ബ്രദറെ, ഒരു പ്രാർത്ഥനയുണ്ട് കേട്ടോ, നമ്മൾ പ്രാർത്ഥനയ്ക്ക് വരണേ. എന്നാണ് ബ്രദറെ പ്രാർത്ഥന? ബുധനാഴ്ച. വരാൻ പറ്റത്തില്ല, തിരക്കാ കേട്ടോ. 2 പ്രാവശ്യം തല കുലുക്കിയിട്ട് പറയും വരത്തില്ല. കുറച്ച് ദിവസം കഴിയുമ്പോഴേ വിളിക്കും, ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണം.
താഴ്മയുള്ളവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. നിങ്ങളുടെ അകത്ത് പിടികിട്ടുന്നോ? എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം പറയുക, തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിക്കുന്ന നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് അവരുടെ ദേശത്തിന് ഞാൻ സൗഖ്യം വരുത്തുന്ന ഒരു ദൈവമാണ്. അപ്പൊ നമ്മുടെ അകത്ത് എന്തുണ്ടാകണം? ദൈവവുമായൊരു ബന്ധത്തെ നമ്മൾ ഉറപ്പിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം, 18-9. തന്നെത്താൻ നീതിമാനാണെന്ന് തോന്നുന്നവരെ കുറിച്ച് ഒരു ഉപമ പറഞ്ഞു. 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റൊരു ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നെ തന്നോട് തന്നെ, ദൈവമേ പിടിച്ചു പറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ, ഞാൻ തന്നെത്താൻ അങ്ങ് സംഭവമാണെന്ന് ആർക്ക് തോന്നി? എനിക്ക് തന്നെ അങ്ങ് തോന്നി. എന്നിട്ട് പറയാ, അല്ല ഇയാൾ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഡിമാൻഡ് പറയുക, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. 13-ാമത്തെ വാക്യം, ചുങ്കക്കാരൻ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ പാപിയായ എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. ആരാൾ നീതീകരിക്കപ്പെട്ടവനായി? ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് കടന്നുപോയി. അനുഗ്രഹത്തിലേക്ക് പോകണമെങ്കിൽ ദൈവത്തിന് പ്രസാദമുണ്ടാകണം. നീ ഒരു ബ്ലെസ്സിങ്ങിൽ, നീ ഒരു ഉയർച്ചയിലേക്ക് വരണമെങ്കിൽ ദൈവത്തിന് മനസ്സലിവുണ്ടാകണം. ദൈവത്തിന് ഒരുവനോട് മനസ്സലിവുണ്ടായാൽ അവൻ്റെ ജീവിതത്തിൽ തന്നെ ദൈവം തമ്പുരാൻ മാറ്റിമറിക്കും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതിൻ്റെ ആ അധ്യായത്തിന് തന്നെ 35-ാമത്തെ വാക്യം പറയുക. അവൻ യെരിഹോവിലേക്ക് അടുത്തപ്പോൾ വഴിയരി ഇരുന്നിരുന്നു. അവൻ ചോദിച്ചു, അവൻ പറഞ്ഞു, നസ്രാനാം യേശു കടന്നു പോകുന്നു എന്ന് അവനോട് അറിയിച്ചു. അവൻ നിലവിളിച്ച നിലവിളി, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. ഇന്ന് ഈ സഭാ ഹാളിനകത്തിരിക്കുന്ന ഞാൻ നിങ്ങളോട് പറയുന്നു, ഹൃദയത്തിനകത്തുനിന്ന് ഒരു നിലവിളി ഉണ്ടാകണം. എൻ്റെ കർത്താവ് എന്നോട് കരുണയൊന്ന് ചെയ്യണം. ഹല്ലേലൂയ. മനുഷ്യനോടല്ല ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തോടാ. ദൈവത്തോടത്ത് നിലവിളിച്ചിട്ട് പറയും, കർത്താവേ എന്നോട് കരുണ തോന്നണം. കരുണ തോന്നിയവൻ്റെ അരികിൽ യേശു നിൽക്കും. ഇന്ന് നിന്റെ നിലവിളി കേട്ടാൽ, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാ, ഒരുവനോട് ദൈവത്തപ്പന് കരുണ തോന്നിയാൽ, ഇവിടെ 40-ാമത്തെ വാക്യം പറയാ, യേശു നിന്നു അവനോട് തന്റെ അടുക്കൽ കൊണ്ടുവരുവീനെന്ന് കൽപ്പിച്ചു. 41-ാമത്തെ വാക്യം പറയുന്നു, അടുത്തു വന്നപ്പോൾ കർത്താവ് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിച്ചു. എനിക്ക് കാഴ്ച മടക്കി വരണം എന്ന് പറഞ്ഞു. യേശു അവനോട്, യേശു എന്നെ സൗഖ്യമാക്കുമെന്ന് ഇന്ന് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ, യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നവനെന്ന് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ, ഇന്ന് പകൽ അറിഞ്ഞോ, നിനക്ക് വേണ്ടി ഒരു ദൈവം ഒരു അത്ഭുതം ചെയ്യുക. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേര് ഹോളിനകത്ത് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് വേണ്ടി ദാവീദ് പുത്ര എന്നോട് കരുണ ചെയ്യണമെന്ന്, എൻ്റെ തലമുറയോട് കരുണ ചെയ്യണമെന്ന്, എൻ്റെ എന്നോട് കരുണ ചെയ്യണം
ചെയ്യണമെന്ന് നിലവിളിക്കുന്ന നിലവിളിയെ കേട്ടിട്ട് യേശു ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അന്ധനായ മനുഷ്യൻ പറയുന്നു, എന്റെ കാഴ്ചയെ മടക്കി തരണം. യേശുവിനുടെ കാഴ്ച പ്രാപിക്കുക. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇന്ന് പകൽ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകലിൽ അറിഞ്ഞു, നിന്റെ പ്രതിസന്ധിയുടെ മുന്നിൽ, നിന്റെ സങ്കടത്തിന്റെ മുന്നിൽ, നിന്റെ രോഗത്തിന്റെ മുന്നിൽ, നിന്റെ കടഭാരത്തിന്റെ മുന്നിൽ ഒരത്ഭുതം ചെയ്യുന്ന ദൈവമുണ്ട്. ഒരത്ഭുതം ചെയ്യുന്ന ദൈവമുണ്ട്. നിന്റെ ഡിസോർഡറായി കിടന്ന വിഷയങ്ങളുടെ മുന്നിൽ, നീ കണ്ണുനീരൊഴുക്കി നിലവിളിച്ചതിന്റെ മുന്നിൽ ഇന്ന് പകലിൽ എനിക്ക് വേണ്ടി ദൈവം ഇന്ന് അത്ഭുതം ചെയ്യുമെന്ന്, അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ അകത്തൊരു വിശ്വാസം വെളിപ്പെടട്ടെ. എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇന്ന് പകല് ഒരത്ഭുതം ചെയ്ത് കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു പകലിൽ. ഹല്ലേലൂയ. നിലവിളിയെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിലവിളിയെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നു. എന്റെ പ്രാർത്ഥനയെ കേൾക്കുന്ന, എന്റെ കണ്ണുനീരിനെ കാണുന്ന ഒരു നല്ല കർത്താവുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് യെശയ്യാ സ്വർഗ്ഗം തുറന്നിരിക്കുന്ന കാണുമ്പോൾ യെശയ്യാ പറയുന്നൊരു വാക്കുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ 5-ാമത്തെ വാക്യം പറയോ, അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള ഒരു മനുഷ്യൻ. ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. ശുദ്ധിയില്ലാത്ത അധരമുള്ള ഒരു മനുഷ്യനാ. ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, ശുദ്ധിയില്ലാത്ത അധരമുള്ളൊരു മനുഷ്യനാ എന്നോട് കരുണ തോന്നണം. എത്ര പേര് വിശ്വാസത്തോടെ പറയും ഹല്ലേലൂയ? കർത്താവേ, ഒരു രൂപാന്തരം വരുത്തുവാൻ, ഒരു മാറ്റം വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവമേ കൃപ ചെയ്യണമെന്ന് എത്ര പേര് വിശ്വാസത്തോടെ പറയുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മുടെ അകത്ത് പറയണം, സ്വയത്തിൽ നിങ്ങളൊന്നിലും പുകഴരുത്. സ്വയത്തിൽ നിങ്ങളൊന്നിലും പുകഴരുത്. ദൈവസന്നിധി കർത്താവേ കരുണ ചെയ്യണമെന്ന് നിലവിളിക്കുന്നവൻ. നമ്മുടെ കഴിവോ നമ്മുടെ ബുദ്ധിയോ അല്ല ഞാനീ പറയുന്നത്. നമ്മുടെ പ്രാപ്തി കൊണ്ട് നമ്മളൊരിക്കലും അനുഗ്രഹിക്കപ്പെടത്തില്ല. ഞാൻ വലിയ ബുദ്ധിമാനായിരുന്നിട്ടും വലിയ ശക്തി ഉണ്ടായിരുന്നിട്ടും ഹല്ലേലൂയ ഒരു പ്രയോജനമില്ലാതെ പോകുന്നുണ്ട്. ഹല്ലേലൂയ. ലോകം മുഴുവൻ കീഴടക്കാൻ നടന്ന രാജാക്കന്മാർക്ക് പോലും ഒന്നും നേടുവാൻ പറ്റിയിട്ടില്ല. ആവർത്തന പുസ്തകത്തിനകത്ത് 8-ാം അധ്യായത്തിന് 17-ാമത്തെ വാക്യം പറയുക, എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ പ്രാപ്തി കൊണ്ടാണ്, ഞാൻ എന്തോ ആണ് നിന്റെ ജീവിതത്തിനകത്ത് പറയരുത്. അവൻ നിന്നോട് കരുണ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ജീവിതത്തിൽ വന്നെങ്കിൽ, എന്തെങ്കിലും ജീവിതത്തിൽ ലഭിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇതെൻ്റെ കഴിവ് കൊണ്ടാണെന്ന് പറയുന്നത്, ഈ കഴിവ് ഒരു നിമിഷം കൊണ്ട് കടന്നു പോകും. ഈ കഴിവ് ഒരു ദിനം കൊണ്ട് മാറിപ്പോകാം. ഹല്ലേലൂയ. എൻ്റെ കഴിവിനേക്കാൾ പ്രാപ്തിയേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ കരുണയൊന്ന് മാത്രം. എത്ര പേര് വിശ്വാസത്തോടെ പറയും, ആ ദൈവത്തിൻ്റെ കരുണയൊന്ന് മാത്രമാ എൻ്റെ ജീവിതത്തിനകത്ത്, കർത്താവിൻ്റെ കരുണയൊന്ന് മാത്രം കൊണ്ടാ ഇന്ന് പകൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. നമ്മുടെ കഴിവോ നമ്മുടെ പ്രാപ്തിയോ അല്ല കേട്ടോ. ആമീൻ. യേശു താഴ്ന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് അവൻ എന്നോട് കരുണ കാണിപ്പാനാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവൻ ദൈവമായിരിക്കെ. ഹല്ലേലൂയ. ഫിലിപ്പിയർ 2-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്ന പോലെ ഹല്ലേലൂയ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണയുള്ളവനായി. ഇന്ന് പകലിൽ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത് ദൈവസന്നിധിയിൽ അനുസരണയാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ അനുസരണയാണ്. ദൈവം വിളിച്ച നിങ്ങളുടെ അകത്തറിയണം, ദൈവസന്നിധിയിൽ ഒരനുസരണ ഏറ്റവും അനിവാര്യമാണ്. അനുസരണയില്ലായ്മ, അത് ഞാൻ എപ്പോഴും പറയുന്നു, പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും മുൻതൂക്കം കൊടുത്ത് കുഞ്ഞുങ്ങളെ നേരായ മാർഗത്തിൽ ദൈവസന്നിധി നടത്തിയാൽ നീ ലജ്ജിക്കേണ്ട വരത്തില്ല. നീ ലജ്ജിക്കേണ്ട വരത്തില്ല. അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ നിന്റെ തലമുറകളെ കുറിച്ചോർത്ത് നീ കരയപ്പെടേണ്ടി വരും. അതുകൊണ്ട് പറയുന്നത് 9-ാമത്തെ വാക്യം പറയുക, അതുകൊണ്ട് ദൈവസന്നിധിയിൽ അനുസരണയോടെ ഇരിക്കുന്നവനെ, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ദൈവസന്നിധിയിൽ അനുസരണയോടെ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം അവനെ ഉയർത്തും. എൻ്റെ കൂടെ നിങ്ങളുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യേശു ദൈവത്തെ അനുസരിച്ചതുകൊണ്ട്, ദൈവം പറഞ്ഞതിനെ അനുസരിച്ചുകൊണ്ട്
ദൈവത്തെ ഉയർത്തിയെങ്കിൽ, ദൈവം യേശുവിനെ ഉയർത്തിയെങ്കിൽ, ഇന്ന് പകൽ നിങ്ങളുടെ അകത്തരണം അനുസരണയോടെ. ഇവിടെ പറയുന്ന വാക്ക് അനുസരണമുള്ളവനായി തീർന്നു, അനുസരണിക്കുന്നവനായി തീർന്നപ്പോൾ അതുകൊണ്ട് ദൈവം യേശുവിനെ ഏറ്റവും ഉയർത്തി. അനുസരിക്കുന്നവനാണ് നിന്റെ പേരെന്നോട് കൂട്ടിച്ചേർത്തു, നിന്നെ ഏറ്റവും ഉയർത്തി സകല നാമത്തിൽ. അതുകൊണ്ടാണ് യേശുവിനെ സകല നാമത്തിലും മേലായ ഒരു നാമം നൽകുവാൻ കാരണം. ദൈവത്തെ അനുസരിക്കുന്നവനായി ഇന്ന് പകൽ അനുസരിക്കുന്നവർക്കായി കർത്താവിനെ സ്തോത്രം. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും അടങ്ങും. എല്ലാ നാമം യേശു കർത്താവെന്ന് പിതാവിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയണം. നിങ്ങളുടെ അകത്തറിയണം, ദൈവസന്നിധിയിൽ ഏറ്റവും താഴ്മയുള്ളവനാകണം. ഉയർത്തപ്പെടണോ, അനുഗ്രഹിക്കപ്പെടണോ, തലമുറകളുടെ വാതിലുകൾ തുറക്കണമോ, നിങ്ങൾ ഉപാധികൾ പറയുന്നവരാകല്ലേ. പ്രാർത്ഥനയുടെ സമയത്ത് ഉപാധികൾ പറയരുത്, ആരാധനയുടെ സമയത്ത് ഉപാധികൾ പറയരുത്. പല ഉപാധികൾ പറയാൻ പറ്റും, പക്ഷെ അനുഗ്രഹത്തിൽ പോകത്തില്ല. അനുഗ്രഹത്തിൽ പോകുന്നത് ഉപാധികളില്ലാത്തവരെയാണ്. ദൈവം പറഞ്ഞതിനെ അനുസരിക്കുന്നവരെ ദൈവം ഏറ്റവും ഉയർത്തും. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒറ്റ വാക്കൂടെ വായിച്ചാൽ പ്രാർത്ഥിക്കും. ദൈവസന്നിധി വിശ്വസ്തത ഏറ്റവും അനിവാര്യ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 3-ാമത്തെ വാക്യം. ദൈവസന്നിധിയെ ദൈവം വിളിച്ചവൻ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ നോക്കിയാൽ അറിയാം. 21-ാം അധ്യായം 3-ാമത്തെ വാക്യം പറയാം. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അവർ ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടകിൽ കയറി. വിളിയുണ്ടോ? ഇന്ന് പകലറിഞ്ഞോ? തമ്പുരാൻ നിന്നെ വിളിച്ചതാണെങ്കിൽ തമ്പുരാനെ വിട്ടിട്ടുള്ള ഒരു പരിപാടിക്കും പോകില്ല. ആരാധനയ്ക്ക് വരേണ്ടവൻ ആരാധനയ്ക്ക് വന്നില്ലെങ്കിൽ നീ അധ്വാനിച്ചതൊന്നും ഫലത്തിൽ വരത്തില്ല. ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചതൊരു അനുഗ്രഹത്തിന് വേണ്ടിയാ. ഇവിടെ പറയുക, ഇവരെന്ത് ചെയ്തു? രാത്രിയുടെ യാമത്തിനകത്ത് ഇവർ മീൻ പിടിക്കാൻ പോയി. അവർ പറഞ്ഞു, അവർ പുറപ്പെട്ടു, പടക് കയറി. രാത്രിയിൽ ഒന്നും ലഭിച്ചില്ല. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് അവർ ഉത്തരം ചോദിച്ചു. അവർ ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇന്ന് പകലിൽ നിങ്ങളുടെ അകത്തറിയണം, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നാൽ നീ ദേശത്തിൽ ലജ്ജിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഏറ്റവും വലിയ സ്ഥാനം, ഏറ്റവും വലിയ മഹത്വം ദൈവത്തിന് കൊടുത്താൽ, ആരാധിക്കേണ്ടവനെ ആരാധിക്കാൻ റെഡിയാണെങ്കിൽ, ജീവനുള്ള ദൈവത്തെ നീ ആരാധിക്കാൻ റെഡിയാണെങ്കിൽ, അത് ദൈവത്തെ വിട്ടിട്ട് നീ എന്തിനു പോയാലും നീ ശൂന്യമാവും. ദൈവത്തെ വിട്ട് പത്രോസ് അപ്പോസ്തലൻ പടകുമായി ഇറങ്ങി. രാത്രി മുഴുവൻ എപ്പോഴും ഓർത്തോണം, രാത്രി നഷ്ടപ്പെടാനുള്ളതാണെങ്കിൽ നേരം പ്രഭാതം വാരിത്തരുവാനുള്ളതാണ്. രാത്രി നിനക്ക് ചില രാത്രികൾ ഇരുട്ട് നിനക്ക് നഷ്ടത്തിൽ വരുത്തുന്നുണ്ടെങ്കിൽ പ്രഭാതം നിന്നെ ഉയർത്തുവാനുള്ളതാണ്. നിന്ന് പകൽ തിരിച്ചറിയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. യേശു പറയുന്നു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുകൊണ്ട് ഒന്നുമില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. എന്നാൽ ഇന്ന് പകൽ ആത്മാവിനകത്ത് വിളിച്ചു പറയാ, നിന്റെ വലത്തുവശത്തേക്ക് വീശുവീൻ. നിനക്ക് വേണ്ടത് ഇന്ന് പകലിൽ ഒഴിവൊഴിവുകൾ പറയാതെ ദൈവസന്നിധി വിശ്വസ്തയോടെ ആരാധനയോടെ ദൈവസന്നിധി നിൽക്കാൻ റെഡിയാണെങ്കിൽ നിനക്ക് വേണ്ടി കരുതി വെക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് മടങ്ങി വന്ന് ദൈവസന്നിധി നിൽക്കാൻ റെഡിയാണെങ്കിൽ, ഒരു മടങ്ങി വരവോടുകൂടി ദൈവസന്നിധി നിൽക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കാൻ റെഡിയാകും, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർ മാത്രം കണ്ണുകളെ അടച്ചേ. ഫാദർ, ഐ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥനാ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം നിന്റെ അകത്തൊരു മനസ്സാന്തരം ഉണ്ടാകട്ടെ. കർത്താവിനോട് പറ, കർത്താവേ, ആമേൻ, ആരാധനകൾ ഉപേക്ഷയായി വിചാരിച്ചിട്ടുണ്ട്, പ്രാർത്ഥനകൾ ഉപേക്ഷയായി വിചാരിച്ചിരിക്കുക. ദൈവസന്നിധിയിൽ മറുതലിപ്പ് പറഞ്ഞു നിന്നിട്ടുണ്ടാകാം. ഇന്ന് പകൽ ദൈവവുമായി ഒരു ഉടമ്പടി. കർത്താവ് നിന്നവക്കാർ മാനസാന്തരപ്പെട്ട പോലെ, മുടിയം പുത്രം മടങ്ങി വന്ന പോലെ, ഇന്ന് പകൽ കപടഭക്തികൾ വിട്ടിട്ട്, കർത്താവേ നിനക്ക് എന്നോട് കരുണ ഉണ്ടാകണം
ഉണ്ടാകണമെന്ന് നിലവിളിക്കുന്നവന്റെ നിലവിളിയെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? കർത്താവിന്റെ കരുണ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമെന്ന്, കർത്താവിന്റെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമെന്ന്, അത്യന്ത ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമെന്ന് യേശുവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ഹല്ലേലൂയ ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളുടെ കുടുംബത്തോട് കരുണയുണ്ടാകണമേ, ഞങ്ങളുടെ തലമുറയോട് കരുണയുണ്ടാകണമേ. ഹല്ലേലൂയ നീ കരുണയുള്ള ദൈവമെന്ന് ഞങ്ങൾ അറിയുന്നു. അവൻ അനുതാപമുള്ള ദൈവമെന്ന് ഞങ്ങൾ അറിയുന്നു. അവൻ അങ്ങ് ഞങ്ങളെ ഉയർത്തിയ ആർക്കും തടയാൻ പറ്റത്തില്ലല്ലോ കർത്താവേ. നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ ഇന്ന് പകലിൽ ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്ത ഞങ്ങൾ മടങ്ങി വന്ന് ദൈവസന്നിധി നിൽക്കുമ്പോ കർത്താവേ ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ പാപം ചെയ്തെങ്കിൽ ഇന്ന് പകലിൽ കർത്താവേ അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നത് ഈ നാവ് കൊണ്ടായി മാറുക. സ്വർഗത്തിലെ ദൈവമേ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തെ കർത്താവേ ദൈവസഭയായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ ഞങ്ങൾ കർത്താവേ നിനവക്കാർ മടങ്ങി വന്ന പോലെ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടല്ലോ, ഞങ്ങൾ കണ്ണുനീരൊഴുക്കുന്ന വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടല്ലോ, അതിന്മേൽ ദൈവമേ ഒരു മറുപടി തന്നതിനായി ഞങ്ങളൊക്കെ സ്തോത്രം ചെയ്യുന്നപ്പാ. ഞങ്ങളുടെ വീഴ്ച കൊണ്ട് ഞങ്ങൾ തകർന്നു പോയെങ്കിൽ ഞങ്ങളുടെ ദൈവം പറയുന്നു നിന്റെ വീഴ്ച കൊണ്ടാണ് നീ തകർന്നു പോയത്. ദൈവത്തെ വിട്ടുമാറിയത് കൊണ്ടാണ് നീ തകർന്നു പോയത്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ ഞങ്ങളോട് കരുണ തോന്നി കൃപ തോന്നി ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒന്ന് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചേ യേശുവിന്റെ നാമത്തിൽ കർത്താവേ. ഓരോരുത്തരും പ്രാർത്ഥിച്ച് യേശുവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച് കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമെന്ന്, ഞങ്ങളോട് കൃപ തോന്നണമെന്ന്, ഞങ്ങളോട് മനസ്സലിയണമെന്ന് ഓരോരുത്തർ ദൈവസന്നിധി പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഞങ്ങളോട് മനസ്സലിയണമേ അപ്പാ. ഹല്ലേലൂയ കർത്താവേ ഞങ്ങളോട് മനസ്സലിയണമേ. ഞങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടപ്പാ, ഞങ്ങൾ മടങ്ങി വന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങൾ വീഴ്ചകൾ വന്നിട്ടുണ്ട് കർത്താവേ. ഞങ്ങൾ ഹല്ലേലൂയ നിന്നോട് ഞങ്ങൾ മറുതലിപ്പുണ്ടായിട്ടുണ്ട് കർത്താവേ. അങ്ങ് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ, അങ്ങ് മാത്രം ജീവനുള്ള ദൈവം. എങ്കിലും ഞങ്ങൾ തെറ്റിപ്പോയാലും ഞങ്ങൾ തിരുത്തുന്നപ്പാ. അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഓരോരുത്തരും ദൈവസന്നിധി ഒന്ന് പ്രാർത്ഥിച്ച് ഫാദർ ഐ താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. യേശുവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ എന്നൊന്ന് വിളിച്ചു പ്രാർത്ഥിച്ച്, ദൈവസന്നിധി ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളോട് അങ്ങ് മനസ്സലിയണമെന്ന്, കർത്താവേ ഞങ്ങളോട് കൃപ ചെയ്യണമെന്ന്, കർത്താവേ ഞങ്ങളോട് മനസ്സലി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ കർത്താവേ കേട്ട ജനത്തിന്റെ ഹൃദയത്തോട് ദൈവം ഇടപെട്ടതിനായി ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു മടങ്ങിവരവുണ്ടാകട്ടെ. ഇവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇവരുടെ ജീവിതത്തിനകത്തൊരു ദൈവികമായി ഉയർച്ച വരട്ടെ. യേശുവിന്റെ നാമത്തെ കർത്താവേ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക. ഇവരുടെ തലമുറകൾ അനുഗ്രഹമാകട്ടെ. ഇവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദേശത്ത് ഇവർ വർദ്ധിക്കട്ടെ. അത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.